എനിക്ക് പറ്റിയ ആരെങ്കിലും വരികയാണെങ്കിൽ കണ്ടെത്തും. എനിക്ക് അറേഞ്ച് മാരേജ് മാട്രിമോണിയൽ പരിപാടികളോടെ താല്പര്യമില്ല. ഇഷ്ടം പോലെ ഷോർട്ട് ടെമ്പേർഡ് ആയതുകൊണ്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെറുപ്പത്തിലൊക്കെയാണ് കേട്ടോ കൂടുതൽ ചെയ്യാറ്. ഇപ്പം അങ്ങനെ ഇപ്പോഴും അടിക്കാറുണ്ട്. അത് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അടിക്കുക. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാനും ചേച്ചിയും വഴക്കുണ്ടാക്കിയപ്പം അടിക്കും, ജനറലി അടിക്കും. ലാസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയ അടി വളരെ ചെറിയ ഒരു കാര്യത്തിനാണ്. ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെയായിരുന്നു. വളരെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഞാൻ അരിഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ അതിന് വേണ്ടിയിട്ടായിരുന്നു അടി ഉണ്ടാക്കിയത്. ഞാൻ ഒന്നും കാര്യമായിട്ട് കേട്ടിട്ടില്ല. എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും കേട്ടിട്ടില്ല. അല്ല, ഒന്നും കേട്ടിട്ടില്ല. അറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. കമൽഹാസൻ മെനൻ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് കുറെ ആക്ടേഴ്സിനെ ഇഷ്ടമാണ്. അങ്ങനെ ക്രഷ് അങ്ങനെ ഒരു സാധനം എനിക്ക് അങ്ങനെ പൊതുവേ ഇല്ല. വാട്ട് കൈൻഡ് ഓഫ് ഡേറ്റ്? സാധ്യതയുണ്ട്. എനിക്ക് വളരെ ജെന്യുവനായിട്ട് മെസ്സേജ് ആണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. ചിലർ സിനിമ കണ്ടിട്ട് അതിനെപ്പറ്റിയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് അയക്കാറൊക്കെ ഉണ്ട്. സോ അവർക്കൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട്. മറ്റേ ഹായ് തരുമോ, ഹലോ പറയുമോ, റിപ്ലൈ തരുമോ കൊടുക്കാറില്ല. എനിക്ക് മാട്രിമോണിയൽ ആഡ് എഴുതാൻ താല്പര്യമില്ല. എനിക്ക് പറ്റിയ ആരെങ്കിലും വരികയാണെങ്കിൽ കണ്ടെത്തും. എനിക്ക് അറേഞ്ച് മാരേജ് മാട്രിമോണിയൽ പരിപാടികളോടെ താല്പര്യമില്ല. 5 വർഷം കഴിഞ്ഞാലും ഞാൻ സിനിമയിൽ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ആക്ടർ ആവണം എന്നുള്ളതാണ് ആഗ്രഹം. സാധ്യത 5 വർഷത്തിൽ എന്തായാലും ഉണ്ടാവില്ല. പക്ഷെ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും. കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ നിർത്തിയിട്ട് പോകേണ്ട ഒരു സ്പേസ് ആയിട്ടല്ല ഞാൻ സിനിമയെ കാണുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും ലൈക്ക് ഓൾ അതർ പ്രൊഫഷൻ എനിക്കിതും കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം. വെരി റീസെൻ്റ്ലി ആണെങ്കിൽ അച്ഛൻ്റെ മരണമാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. ഞാനിപ്പം ഈ മധുരത്തിൻ്റെ പ്രൊമോഷൻ്റെ ഇടയിൽ ഞാനത് പറഞ്ഞു. അച്ഛൻ മരിച്ചിട്ടൊരു 10ാമത്തെ ദിവസമായപ്പോൾ ഞാൻ ഷൂട്ടിന് വന്നു. അപ്പം എനിക്കത് റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ ഷൂട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛന് കോവിഡായിരുന്നു. അച്ഛൻ മരിച്ച സമയത്ത് വീട്ടിലെല്ലാവർക്കും തന്നെ കോവിഡായിരുന്നു. സോ കുറച്ചൊരു ഐസൊലേറ്റഡ് സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഷൂട്ടിൻ്റെ ഇടയ്ക്കാണെങ്കിലും എനിക്ക് ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് പാനിക് പരിപാടികളൊക്കെ വരുമായിരുന്നു. ഫൈൻ, ഞാൻ ഷൂട്ടും കൂടെ ആ ഒരു അറ്റ്മോസ്ഫിയറും അവിടുത്തെ ഒരു നമ്മൾ വർക്കിംഗ് പാറ്റേണും ഒക്കെ കൊണ്ട് തന്നെ അത് കുറേ റിക്കവറായി വന്നിട്ടുണ്ട്.